ദേശീയപാതയിൽ പലയിടങ്ങളിലായി വിള്ളലുണ്ടായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഇടക്കാല റിപ്പോർട്ട് ഉടൻ നൽകണമെന്നും NHAIയോട് നിർദ്ദേശിച്ചു. ദേശീയപാത തകർന്ന ഇടങ്ങൾ നിർമ്മിച്ച കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് NHAI കോടതിയെ അറിയിച്ചു. ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്തുമെന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്ന വാദപ്രതിവാദത്തിനൊടുവിൽ അത് കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു റോഡാണ്, കേരളത്തിലെ ജനങ്ങൾ നിരാശരാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സർക്കാരും NHAIയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ? ദേശീയപാത നിർമ്മാണത്തിലിരിക്കെ കേടുപാടുകൾ വന്ന സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന് കൂടുതൽ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലെ അപാകതയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 10 ദിവസത്തെ സമയം വേണമെന്നാണ് NHAI ഹൈക്കോടതിയെ അറിയിച്ചത്. തകരാറുണ്ടായ സ്ഥലത്ത് നിർമ്മാണം നടത്തിയ കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അതേസമയം റോഡ് പൊളിയാനും വിള്ളലേൽക്കാനും ഉണ്ടായ കാരണം എന്താണെന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ദേശീയപാത അതോറിറ്റിയെ ഈ കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ ഹർജി വീണ്ടും ജൂൺ ആദ്യവാരം പരിഗണിക്കും. ഒപ്പം കേരളത്തിന് ഒട്ടും സന്തോഷം നൽകുന്ന കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചതെന്നും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകരാറുള്ള കാരണം വ്യക്തമാക്കണമെന്നും വീണ്ടും കോടതി ആവശ്യപ്പെട്ടു. കരാറുകാർക്കെതിരെ നടപടി സ്വീകരിച്ചോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. മഴ ആരംഭിച്ച സാഹചര്യത്തിൽ റോഡിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും ആരെങ്കിലും മനഃപൂർവ്വം റോഡുകൾ വികൃതമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ റോഡുകൾ സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ തകരാറിനെ കുറിച്ച് വിശദീകരണം തേടിയത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതിയിൽ നിന്ന്. നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനുമേൽ ചാരി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിനായിരുന്നുവെന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്. സർക്കാർ വാർഷികത്തിന്റെ തലേദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്നു പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ന്യൂസ് 18 തിരുവനന്തപുരം.